ഒടുവിൽ നരഭോജിക്കടുവ കുടുങ്ങി. കേരള എസ്റ്റേറ്റിന്റെ ഭാഗമായ സുൽത്താനയ്ക്ക് മുകൾ ഭാഗത്തായാണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ പെട്ടത്. രാവിലെ കാടുവെട്ടാനെത്തിയ തൊഴിലാളികൾ കണ്ട് വിവരമറിയിച്ചതനുസരിച്ച് വനം വകുപ്പും ദൗത്യസേനാംഗങ്ങളും പ്രദേശത്തേക്ക് കുതിച്ചിട്ടുണ്ട്. ഒരു മാസം മുമ്പേ കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ രാവിലെ ടാപ്പിങ്ങിന് പോയ ചോക്കാട് സ്വദേശിയായ ഗഫൂർ എന്ന ചെറുപ്പക്കാരനെ കടുവ പിടിച്ച് കൊലപ്പെടുത്തിയിരുന്നു. അന്നു മുതൽ വനം വകുപ്പ് കെണിവെച്ചുള്ള കാത്തിരിപ്പ് തുടങ്ങിയതാണ്. ലക്ഷക്കണക്കിന് രൂപ കടുവ വേട്ടയ്ക്കായി സർക്കാർ ചെലവാക്കിയെങ്കിലും കടുവയെ ഇതുവരെ പിടികൂടാനായിരുന്നില്ല. അതിനിടെ കരുവാരകുണ്ട് ഭാഗത്ത് സ്ഥാപിച്ച കെണിയിൽ ഒരു പുലിയും കുടുങ്ങിയിരുന്നു. കാളികാവ്, ചോക്കാട്, കരുവാരകുണ്ട് വനമേഖലയിൽ ഇത്തരത്തിലുള്ള വന്യജീവികൾ ഇനിയും ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂട്ടിൽ അകപ്പെട്ട കടുവയെ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് ഉടൻ ആരംഭിക്കും. കടുവ എസ് വളവിൽ ഇതാ കുടുങ്ങിയത് കൂട്ടുന്ന്.